എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിൽ അവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 83 04 92 80 62 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. തൊഴിലവസരങ്ങൾ അറിയിക്കുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊഴിൽ ആഗ്രഹിക്കുന്ന, ജോലി അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക. നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി മലപ്പുറം ജില്ലയിലേക്കാണ്. മലപ്പുറം ജില്ലയിലെ എടപ്പാളിലേക്ക് ഇൻഷുറൻസ് സ്റ്റാഫായിട്ടൊരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട്. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവരും കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരുമായിരിക്കണം. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. 14,000 രൂപ വരെയായിരിക്കും സാലറി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അതേപോലെ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ടൗണുകളിലേക്ക് സൈറ്റ് എഞ്ചിനീയറായിട്ട് വേക്കൻസിയുണ്ട്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BTech സിവിൽ പാസ്സായവരായിരിക്കണം. മികച്ച സാലറി ഉണ്ടായിരിക്കും. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5:30 വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലേക്കും തിരൂരിലേക്കുമാണ്. ലാപ്ടോപ്പ് ടെക്നീഷ്യനായിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ആവശ്യമുണ്ട്. ഈ ഒരു ലാപ്ടോപ്പ് ടെക്നീഷ്യനായിട്ട് പഠിച്ചിറങ്ങിയ അവരെ ഫ്രഷേഴ്സിനെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. മറ്റു ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. 8,000 രൂപ മുതൽ 25,000 രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാവുക. 18-നും 45-നും ഇടയിലായിരിക്കണം പ്രായം വേണ്ടത്. 9:40 മുതൽ രാവിലെ 9:40 മുതൽ രാത്രി 8:30 വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് കോട്ടക്കലിലേക്കാണ്. സീനിയർ അക്കൗണ്ടൻ്റ് ആയിട്ടൊരു യുവാവിനെ ആവശ്യമുണ്ട്. 30 വയസ്സ് വരെയാണ് പ്രായപരിധി. BCom പാസ്സായിട്ടുള്ള മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം. 20,000 രൂപ വരെയായിരിക്കും സാലറി. കൂടാതെ ESI PF അലവൻസുകളും ലഭിക്കും. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വർക്ക് ഉണ്ടാവുക. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. അടുത്ത വേക്കൻസി വരുന്നത് കോട്ടക്കലിലേക്ക് തന്നെയാണ്. കോട്ടക്കലിലെ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് സ്റ്റാഫുകൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ കുക്കിന് ആവശ്യമുണ്ട്. സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 16,000 രൂപ മുതൽ 22,000 രൂപ വരെയായിരിക്കും സാലറി. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. അടുത്ത വേക്കൻസി വരുന്നത് മഞ്ചേരിയിലേക്കാണ്. മഞ്ചേരിയിലേക്ക് അക്കൗണ്ടൻ്റ് ആയിട്ടൊരു വേക്കൻസി ഉണ്ട്. BCom അതേപോലെ ടാലി പാസ്സായിട്ടുള്ള പഠിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെയാണ് ആവശ്യം. മികച്ച സാലറി ഉണ്ടായിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി മലപ്പുറം ജില്ലയിലെ തിരൂരിലേക്കാണ്. തിരൂരിലേക്ക് ടെലികോളറായിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ആവശ്യമുണ്ട്. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായവരായിരിക്കണം. മികച്ച സാലറി ഉണ്ടായിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസിയും തിരൂരിലേക്ക് തന്നെയാണ്. ഡെൻ്റൽ അസിസ്റ്റൻ്റ് ആയിട്ടൊരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. സാലറി 10,000 രൂപയുണ്ടായിരിക്കും. വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ. നമുക്ക് നിലവിലുള്ള മറ്റൊരു വേക്കൻസിയും തിരൂർ അതേപോലെ കൊണ്ടോട്ടിയിലേക്കുമാണ്. കോസ്മെറ്റിക്സ് സ്ഥാപനത്തിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ടൂ വീലറും ലൈസൻസുമുള്ള സ്റ്റാഫുകളെ ആവശ്യമുണ്ട്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം. 16,000 രൂപ മുതൽ 20,000 രൂപ വരെയായിരിക്കും സാലറി ഉണ്ടാവുക. ട്രാവലിംഗ് അലവൻസും ഇൻസെൻറ്റീവും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത വേക്കൻസി വരുന്നത് കൊല്ലം ജില്ലയിലേക്കാണ്. കൊല്ലം ജില്ലയിലെ പരിപ്പള്ളിയിലേക്ക് ടെലികോളറായിട്ട് ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. 10,000 രൂപ വരെയായിരിക്കും സാലറി ഉണ്ടാവുക. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ.
കോഴിക്കോട്, കോട്ടയം ന്യൂ ലുലു മാൾ, കുന്നമംഗലം, മഞ്ചേരി, കോട്ടക്കൽ, തിരൂർ ഭാഗങ്ങളിലേക്ക് ബ്രാൻഡ് പ്രൊമോട്ടറായിട്ട് യുവാക്കളെ ആവശ്യമുണ്ട്. ടെക്സ്റ്റൈൽസ് ഫീൽഡിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. 12,000 രൂപ മുതൽ 17,000 രൂപ വരെയായിരിക്കും സാലറി ഉണ്ടാവുക. കൂടാതെ ഇൻസെൻറ്റീവും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്കിലേക്കാണ്. ഡ്രൈവറായിട്ട് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 18,000 രൂപയായിരിക്കും സാലറി. 12 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 830492 8062 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലേക്കാണ്. ഫാഷൻ ഡിസൈൻ ഫാക്കൽറ്റി ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും ആവശ്യമുണ്ട്. ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ PG പാസ്സായവരായിരിക്കണം. മികച്ച സാലറി ഉണ്ടായിരിക്കും. ഡിസൈൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ അറിയുന്നവരും അതേപോലെ തന്നെ അഡോബ് ഇല്ലുസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാൻ അറിയുന്നവരും കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരും ക്രിയേറ്റിവിറ്റി ആൻഡ് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളവരും ആയിരിക്കണം. ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. കോഴിക്കോട് പന്തിരങ്കാവിലേക്ക് IT കമ്പനിയിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. പ്രസൻറ്റേഷൻ മേക്കർ BDE പോസ്റ്റുകളിലേക്കാണ് സ്റ്റാഫുകളെ ആവശ്യമുള്ളത്. പ്രസൻറ്റേഷൻ മേക്കറായിട്ട് 15,000 രൂപ മുതൽ 20,000 രൂപ വരെയായിരിക്കും സാലറി. BDE പോസ്റ്റിലേക്ക് 20,000 രൂപ മുതൽ 25,000 രൂപ വരെയായിരിക്കും സാലറി ഉണ്ടാവുക. 2 പോസ്റ്റുകളിലേക്കും എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഡിഗ്രി നിർബന്ധമാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ടൗണിലേക്കാണ്. ഒരു ഗോൾഡ് ലോൺ സ്ഥാപനത്തിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് +2 അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെ ആവശ്യമുണ്ട്. ലോൺ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. മികച്ച സാലറി ഉണ്ടായിരിക്കും. കൂടാതെ ഇൻസെൻറ്റീവും അവൈലബിൾ ആണ്. 2 വീലറും ലൈസൻസും ഉണ്ടായിരിക്കണം. അടുത്ത വേക്കൻസി വരുന്നത് തിരൂരിലേക്കാണ്. തിരൂരിലേക്ക് ട്രാവൽ ആൻഡ് ടൂറിസം ഫാക്കൽറ്റി ആയിട്ടും സോഷ്യൽ മീഡിയ മാനേജർ, ഗ്രാഫിക് ഡിസൈനർ, വീഡിയോ എഡിറ്റർ പോസ്റ്റുകളിലേക്ക് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ആവശ്യമുണ്ട്. മികച്ച സാലറി ഉണ്ടായിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് താനൂരിലേക്കാണ്. മലപ്പുറം ജില്ലയിലെ താനൂരിലേക്ക് അക്കൗണ്ട്സ് കം സെയിൽസ് പോസ്റ്റിലേക്ക് ടെക്സ്റ്റൈൽസിലേക്ക് ഒരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. ഡിപ്ലോമ അല്ലെങ്കിൽ BCom പാസ്സായവരായിരിക്കണം. മികച്ച സാലറി ഉണ്ടായിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് കോട്ടക്കലിലേക്കാണ്. മാർക്കറ്റിംഗ് മാനേജറായിട്ട് ഒരു ഗ്ലാസ് ആൻഡ് ഫർണിച്ചർ കമ്പനിയിലേക്ക് ആളുകളെ ആവശ്യമുണ്ട്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് മാർക്കറ്റിംഗ് ഫീൽഡിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ 40,000 രൂപ മുതൽ 50,000 രൂപ വരെയായിരിക്കും സാലറി ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി മലപ്പുറം ടൗണിലേക്കാണ്. ഡ്രൈവറായിട്ട് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറായിട്ട് ആവശ്യമുണ്ട്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. 12,000 രൂപ മുതൽ 15,000 രൂപ വരെയായിരിക്കും സാലറി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് താനൂരിലേക്കാണ്. മലപ്പുറം താനൂരിലേക്ക് അക്കൗണ്ടൻ്റ് ആയിട്ട് ഒരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ഡിപ്ലോമ അല്ലെങ്കിൽ BCom പാസ്സായവരായിരിക്കണം. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. മികച്ച സാലറി ഉണ്ടായിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി മലപ്പുറം പൊന്മളയിലേക്കാണ്. ക്യാഷറായിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ആവശ്യമുണ്ട്. +2 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. സാലറി വരുന്നത് മണിക്കൂർ അടിസ്ഥാനത്തിലായിരിക്കും. നിങ്ങൾ എത്ര മണിക്കൂറാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി കോഴിക്കോട് ജില്ലയിലെ സിവിൽ സ്റ്റേഷൻ അടുത്തുള്ള ഒരു സ്ഥാപനത്തിലേക്കാണ്. സെക്യൂരിറ്റി ഗാർഡായിട്ട് വേക്കൻസിയുണ്ട്. 12 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. 35-നും 48-നും ഇടയിലുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. 16,000 രൂപ മുതൽ 18,000 രൂപ വരെയായിരിക്കും സാലറി.
കോഴിക്കോട് ടൗൺ ഏരിയയിലുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. അതായത് കോഴിക്കോട് ടൗണിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8304928062 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്.